ലാസ്റ്റ് വീക്കിൽ ടാർഗറ്റ് അച്ചീവ് ചെയ്ത സ്വിംഗ് പിക് ആണ് KPA ഗ്രീൻ. സോ KPA ഗ്രീൻ രണ്ട് ടാർഗറ്റും ഹിറ്റ് ചെയ്തു. 515 ആയിരുന്നു സെക്കൻഡ് ടാർഗറ്റ്. സജസ്റ്റഡ് പ്രൈസ് ഇയർ ലെവൽ ആയിരുന്നു 478.40. സോ റീസെന്റ് ഹൈ ക്രിയേറ്റ് ചെയ്ത് 520 വരെയാണ് KPA ഗ്രീൻ. Equitas Small Finance Bank ഓൾമോസ്റ്റ് നിയർ ടാർഗറ്റ് ആണ്. സോ 61 ആയിരുന്നു ടാർഗറ്റ് പറഞ്ഞത്. സോ റീസെന്റ് ക്യാനിൽ ഹൈ പോയത് 60.44. സോ 61 ആണ് ഇതിൽ ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്യുന്നത്. സജസ്റ്റഡ് ലെവൽ 57.89 ആണ് ഇക്വിറ്റാസ് ബാങ്ക്. സോ മറ്റ് സ്റ്റോക്കുകളെല്ലാം ഹോൾഡ് ചെയ്യാവുന്നതാണ്. സ്കൈ ഗോൾഡ്, റീസെന്റ് പറഞ്ഞ സ്കൈ ഗോൾഡ്, റീകോ ഓട്ടോ, ജൂബിലിയൻ ഫുഡ് വർക്ക്സ്, MSPC, ശാന്താർ ടെക്നോളജീസ്, ലേറ്റൻ വ്യൂ, മോയിൽ, DCM, ശ്രീ ഇൻഡസ്ട്രീസ്, ജിയോഫിൻ. സോ ഈ സ്റ്റോക്കുകളെല്ലാം ആസ് പെർ ഗിവൺ ലെവൽസ് ഹോൾഡ് ചെയ്യാവുന്നതാണ്. പ്രൈസ് ആക്ഷൻ കോഴ്സിന്റെ പുതിയ ബാച്ച് ഉടൻ സ്റ്റാർട്ട് ചെയ്യാണ്. സോ നിങ്ങൾക്ക് ബേസിക് ടു അഡ്വാൻസ് ടെക്നിക്കൽ അനാലിസിസ് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. സോ ഡിഫറെന്റ് സ്ട്രാറ്റജീസ് ഈ ഒരു കോഴ്സിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. മാസ്റ്റർ ഇൻ ടെക്നിക്കൽ അനാലിസിസ്, പ്യുവർ പ്രൈസ് ആക്ഷൻ ബേസ്. സോ ഇപ്പോൾ ഒരു ഇൻവെസ്റ്റ്മെന്റ് ടൈമാണ്. ബോട്ടം ഫിഷിംഗ് എങ്ങനെ ചെയ്യാം, അതേപോലെ പവർ ഓഫ് പാറ്റേൺ, ഡിമാൻഡ് ആൻഡ് സപ്ലൈ സ്ട്രാറ്റജി, മൾട്ടി ബാഗർ സ്ട്രാറ്റജി ആൻഡ് സ്റ്റോക്ക് സെലക്ഷൻ മെത്തേഡ്സ്, 52 വീക്ക് സ്പെഷ്യൽ സ്ട്രാറ്റജി, OHL PRB ഇൻട്രാഡേ സ്ട്രാറ്റജി വിത്ത് സ്പെഷ്യൽ സ്ക്രീനർ. ഞാൻ ഉപയോഗിക്കുന്ന സ്ക്രീനേഴ്സ് എല്ലാം തന്നെ ഷെയർ ചെയ്യുന്നതായിരിക്കും. സ്റ്റോക്ക് സെലക്ഷൻ മെത്തേഡ്സ് കവർ ചെയ്യുന്നുണ്ട് വിത്ത് മൈ സ്പെഷ്യൽ സ്ക്രീനർ. ലൈഫ് ലോങ് സപ്പോർട്ട് ഉണ്ടാവും. സ്റ്റുഡൻസ് ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. ഫ്രീ പ്രീമിയം മെമ്പർഷിപ്പ് ഉണ്ടാവും 3 മന്ത്സിലേക്ക് ആഫ്റ്റർ ജോയിനിങ് ദിസ് കോഴ്സ്. സോ മണി മാനേജ്മെന്റ്, റിസ്ക് മാനേജ്മെന്റ്, ട്രേഡിംഗ് മൈൻഡ് സെറ്റ്, സോ ഇതെല്ലാം ഈ ഒരു കോഴ്സിന്റെ മാത്രം സ്പെഷ്യാലിറ്റിയാണ്. സോ ഇൻട്രസ്റ്റഡ് ആയവർക്ക് ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. വാട്സ്ആപ്പ് നമ്പർ മെൻഷൻ ചെയ്തിട്ടുണ്ട്. കംപ്ലീറ്റ്ലി ഓൺലൈൻ ട്രേഡിംഗ് പ്രോഗ്രാം ആണിത്. നാളത്തെ സ്ട്രിംഗ് പിക്ക് ഏതാണെന്ന് നോക്കാം. റിലേറ്റീവ്ലി ഔട്ട് പെർഫോം ചെയ്തൊരു സ്റ്റോക്കാണിത്. ക്യാഷ് ഫ്ലോ ഈ ഒരു സ്റ്റോക്കിന്റെ ഇംപ്രൂവ് ആവുന്നുണ്ട്. പെഗ് റേഷ്യോ ലോ ആണ്. ഗ്രോത്ത് ഇൻ നെറ്റ് പ്രോഫിറ്റ് ഇൻക്രീസ് ആവുന്നുണ്ട്. ലോ ഡെപ്റ്റ് ഉള്ള ഒരു കമ്പനിയാണ്. കമ്പനിയുടെ റവന്യൂ ആൻഡ് പ്രോഫിറ്റ്സ് ഇൻക്രീസ് ആവുന്നുണ്ട് 3 ക്വാർട്ടർ ആയിട്ട്. PE റേഷ്യോ ലോ PE റേഷ്യോ ആണ്. ക്യാഷ് ഫ്ലോ ഇംപ്രൂവ് ആവുന്നുണ്ട്. RSI ഇൻഡിക്കേറ്റിംഗ് പ്രൈസ് സ്ട്രെങ്ത്. സ്റ്റോക്ക് ഇൻ അപ് ട്രെൻഡ്, മോസ്റ്റ് ലൈക്ലി ടു ക്രോസ് SMA 200. സോ ആസ് ഓഫ് നൗ ഇത് SMA 200 മൂവിംഗ് ആവറേജിന് താഴെയാണ്. സോ മോസ്റ്റ് പ്രോബ്ലി ഇത് 200 മൂവിംഗ് ആവറേജ് ബ്രേക്ക് ചെയ്യുന്നു വിചാരിക്കുന്നു. ടോപ്പ് ഗെയിനേഴ്സ്, ഹൈ വോളിയം, ഹൈ ഗെയിനുള്ള ഒരു സ്റ്റോക്കും കൂടിയാണ്. DVM സ്കോർ നോക്കാം. DVM സ്കോറിൽ ഡ്യൂറബിലിറ്റി വിസിബിൾ അല്ല. വാല്യുവേഷൻ ഒരു മീഡിയം വാല്യുവേഷൻ ആണ്. മൊമെന്റം സ്കോർ ഇംപ്രൂവ് ആവുന്നുണ്ട്. 41.8 ആണ് ഈ ഒരു കമ്പനിയുടെ സ്കോർ. സ്റ്റോക്കിന്റെ പേര് ഹിന്ദുജ ഗ്ലോബൽ ആണ്. ഹിന്ദുജ ഗ്ലോബൽ സൊല്യൂഷൻസ്. സോ ഇൻഡസ്ട്രി വരുന്നത് സോഫ്റ്റ്വെയർ ആൻഡ് സർവീസ് ഇൻഡസ്ട്രി ആണ്. ബിസിനസ് പ്രോസസ് മാനേജ്മെന്റ്, മീഡിയ കമ്മ്യൂണിക്കേഷൻ ബിസിനസ് ആണ്. HGS, ഹിന്ദുജ ഗ്ലോബൽ സൊല്യൂഷൻസ്. സോ ഇതിന്റെ ഡെയിലി ചാർട്ടിലേക്ക് പോകാം. HGS, ഹിന്ദുജ ഗ്ലോബൽ സൊല്യൂഷൻസ് ലിമിറ്റഡ്. സോ സ്ട്രോങ് റിവേഴ്സൽ പാറ്റേൺ ആണ് ഈ ഒരു ചാർട്ടിലും കാണാൻ സാധിക്കുന്നത്. സോ റീസെന്റ് നല്ലൊരു ഫോളിന് ശേഷം എക്സാക്ട്ലി ഈ ഒരു സ്ട്രക്ചർ ആയിരുന്നു ഫോളോ ചെയ്തിരുന്നത് പ്രീവിയസ്ലി. സോ നല്ലൊരു ഫോൾ ഉണ്ടായിരുന്നു. പ്രീവിയസ് സപ്പോർട്ട് ചെയ്യുന്ന ഒരു ബൗൺസ് ചെയ്തിട്ടുണ്ട്. പാസ്റ്റ് ഫ്യൂ ക്യാൻഡിൽസ് നോക്കി അറിയാൻ നല്ലൊരു കൺസോളിഡേഷൻ കാണാൻ സാധിക്കും. ഈ ഒരു കൺസോളിഡേഷൻ ഓൾറെഡി ഇത് ബ്രേക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട്. സോ ഇതിന്റെ കറന്റ് മാർക്കറ്റ് പ്രൈസ് 521. സോ കറന്റ് മാർക്കറ്റ് പ്രൈസിൽ തന്നെ ഒരു എൻട്രി ഓപ്പർച്യൂണിറ്റി ആയിരിക്കും. SL മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് ഈ ഒരു ക്യാൻഡലിന് താഴെ, ദാറ്റ്സ് അറൌണ്ട് 500. സോ 500 ആയിരിക്കും SL. 519 കറന്റ് മാർക്കറ്റ് പ്രൈസ് ആണ്. സോ ഇതിൽ ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്യുന്നത് ഈ ഒരു ലെവൽ അറൌണ്ട് 536 വരെ ഫസ്റ്റ് ടാർഗറ്റ്. സെക്കൻഡ് ആൻഡ് ഫൈനൽ ടാർഗറ്റ് 548. ഈ രണ്ട് ടാർഗറ്റ് ഇതിൽ പ്രതീക്ഷിക്കാവുന്നതാണ് HGS ലിമിറ്റഡിൽ. സോ കംപ്ലീറ്റ് അനാലിസിസ് സെൽഫ് സ്റ്റഡി ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ ട്രേഡിംഗ് ഡെസിഷൻ എടുക്കുക. സ്റ്റോക്കിന്റെ പേര് വൺസ് അഗൈൻ HGS ആണ്. നാളത്തെ ഇൻട്രാഡേ പിക്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. സോ ഇൻട്രാഡേ പിക്സിൽ ആദ്യം ഹിന്ദ് കോപ്പർ ആണ്. ഹിന്ദുസ്ഥാൻ കോപ്പർ. സോ ഹിന്ദ് കോപ്പർ 345 ലെവൽ വാച്ച് ചെയ്യാവുന്നതാണ്. 345 ബ്രേക്ക് ചെയ്താൽ ഒരു ബൈങ് എൻട്രി. 4 പോയിന്റ് ടാർഗറ്റ് ആണ്. ഷോർട്ടിംഗ് ലെവൽ 338 ആണ്. 338 ബ്രേക്ക് ആയാൽ ഒരു സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റി ആയിരിക്കും ഹിന്ദ് കോപ്പറിൽ. LG എക്യുപ്മെന്റ് ആണ് അടുത്ത്. LG എക്യുപ്മെന്റ് 490 ആണ് ബ്രേക്ക് ലെവൽ. 490.2 ബ്രേക്ക് ചെയ്താൽ ഒരു ബൈങ് എൻട്രി. 4 പോയിന്റ് ടാർഗറ്റ്. ഷോർട്ടിംഗ് ലെവൽ 484 ബ്രേക്ക് ആയാൽ ഒരു സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റി ആയിരിക്കും. 4 പോയിന്റ്സ്, 4 പോയിന്റ് തന്നെ ടാർഗറ്റ് പ്രതീക്ഷിക്കാം LG
ഹാപ്പിയസ്റ്റ് മൈൻഡ്സ് ടെക്നോളജീസ്. ഹാപ്പിയസ്റ്റ് മൈൻഡ്സ് റീസെന്റ് ഒരു സ്പൈക്ക് ഉണ്ടായെങ്കിലും അതിനുശേഷം ലാസ്റ്റ് 2 days ആയിട്ട് സൈഡ് വേസ് മൊമെന്റമാണ്. സോ 521 ബ്രേക്ക്ഔട്ട് ലെവലായിട്ട് വാച്ച് ചെയ്യാം. 521 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 5 പോയിന്റ്സ് 5 പോയിന്റ് ടാർഗറ്റ് ആണ്. ഷോർട്ടിംഗ് ലെവൽ 515 ആണ്. 515 ബ്രേക്ക് ആയാലും ഒരു സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റി 5 പോയിന്റ്സിന്റെ ടാർഗറ്റ് ആയിരിക്കും ഹാപ്പിയസ്റ്റ് മൈൻഡ്സ്. ചെന്നൈ പെട്രോൾ അടുത്ത്. ചെന്നൈ പെട്രോയിൽ 780 ലെവൽ വാച്ച് ചെയ്യാവുന്നതാണ്. 780 ഒരു ലോങ് ടൈം ട്രെൻഡ് ലൈനിന്റെ റെസിസ്റ്റൻസിലാണ് ആസ് ഓഫ് നൗ സ്റ്റോക്ക് ഉള്ളത്. 780.2 ആയിരിക്കും ബ്രേക്ക്ഔട്ട് ലെവൽ, 7 പോയിന്റ്സിന്റെ ടാർഗറ്റ്. ഷോർട്ടിംഗ് ലെവൽ 764 ആണ്. 764 ബ്രേക്ക് ആയാലും ഒരു സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റി 7 പോയിന്റ്സ് 7 പോയിന്റ് ടാർഗറ്റ് ചെന്നൈ പെട്രോളിൽ. നെക്സ്റ്റ് വൺ ഈസ് MGL മഹാനഗർ ഗ്യാസ്. മഹാനഗർ ഗ്യാസിൽ 1310 ആയിരിക്കും ബ്രേക്ക്ഔട്ട് ലെവൽ. 1310 ബ്രേക്ക് ചെയ്താൽ 10 പോയിന്റ്സ് 10 പോയിന്റ് ടാർഗറ്റ്. ഷോർട്ടിംഗ് ലെവൽ 1292 ബ്രേക്ക് ആയ ഒരു സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റി ആയിരിക്കും. 10 പോയിന്റ്സിന്റെ തന്നെ ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. സോ ഇത്രയും സ്റ്റോക്കുകൾ നിങ്ങൾക്ക് ട്രാക്ക് ചെയ്യാവുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്. മറ്റൊരു വീഡിയോയുമായി നാളെ കാണാം. ടേക്ക് കെയർ. ബൈ.